ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു റൈസ് 365. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ലക്ഷറി പെർഫ്യൂം അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് സ്ക്രാച്ചിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ലക്ഷറി പെർഫ്യൂം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്ത ജേണിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാണിച്ച പെർഫ്യൂം അഡ്വർടൈസ്മെൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്ട്സ് അത് എന്ത് തന്നെ ആയാലും, ബ്രാൻഡ് ആയാലും, സർവീസസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഐഡിയാസ് ആയാലും, AI യൂസ് ചെയ്ത് എങ്ങനെ ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് വർക്ക് ഫ്ലോ കൂടിയാണ് ഈ വീഡിയോ. ഈ ക്വാളിറ്റിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മെയിൻലി വെറും 2 AI ടൂൾസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിച്ചാലേ പറ്റൂ. ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മേജർ വർക്ക് ചെയ്തത് മെയിൻലി ChatGPTയും ഗൂഗിൾ ഫ്ലോയും യൂസ് ചെയ്തിട്ടാണ്. ഞാൻ അവർക്ക് ഡയറക്ഷൻ കൊടുത്തു, വർക്ക് ചെയ്തത് അവരാണ്. അപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഐഡിയ. ആക്ച്വലി ബിഗിനേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഡയറക്റ്റ് ഇമേജ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതുപോലെയുള്ള ക്വാളിറ്റി ലക്ഷറി അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമേജ് അല്ല, ബ്രാൻഡാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ChatGPT ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ മനസ്സിലുള്ള ഐഡിയ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ChatGPTയോട് ചോദിക്കുന്നു. എന്ത് ഹെൽപ്പാണ് നമ്മൾക്ക് ആവശ്യം, അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഞാനിവിടെ ചോദിക്കുന്നത് ഫ്രീ AI ടൂൾസ് യൂസ് ചെയ്ത് ഒരു പ്രൊഫഷണൽ സിനിമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഹെൽപ്പ് വേണം എന്ന ബേസിക് ഐഡിയയാണ്. അത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി റോഡ് മാപ്പ് ബിൽഡ് ചെയ്യാൻ ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യും. സൂപ്പർ, നമ്മളുടെ ബേസിക് ഐഡിയ ChatGPT മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കംപ്ലീറ്റ് അഡ്വർടൈസ്മെൻറ്റ് വർക്ക് ഫ്ലോ നമുക്ക് റെഡിയാക്കി തന്നു. ബ്രാൻഡ് ക്രിയേഷൻ, ക്രിയേറ്റീവ് ഡയറക്ഷൻ, ഇമേജ് ജനറേഷൻ, ഇമേജ് ടു വീഡിയോ അനിമേഷൻ, അങ്ങനെ എല്ലാം പ്രോപ്പർ ഫേസായി ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ആദ്യം ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുന്നു. കാരണം നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പകുതി വർക്ക് അവിടെ തന്നെ കംപ്ലീറ്റ് ആകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വർക്ക് ഫ്ലോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്യുക എന്നതാണ്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഒരു ലക്ഷറി പെർഫ്യൂം ബ്രാൻഡാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അത് നമ്മളോട് ChatGPTയോട് ചോദിക്കുന്നു. ലക്ഷറി പെർഫ്യൂം അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു പ്രീമിയം ഫീല്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ലൈക്ക് വിഷ്വൽ സ്റ്റൈല്, ക്യാമറ ലാംഗ്വേജസ്, ലൈറ്റിംഗ്, കളർ പാലറ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് സ്റ്റോറി ടെല്ലിംഗ്, എവറിത്തിങ് ChatGPT നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് തരുന്നതാണ്. കാരണം ക്വാളിറ്റി ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്വാളിറ്റി റെഫറൻസ് മനസ്സിലാക്കണം. ദെൻ ബ്രാൻഡ് നെയിം, ടാർഗറ്റ് ഓഡിയൻസ്, ബോട്ടിൽ സ്റ്റൈൽ, കളർ പാലറ്റ്, ബ്രാൻഡ് സ്റ്റോറി, മൂഡ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. വൺ സ്മോൾ ടിപ്പ് ഫ്രണ്ട്സ്, AI ടൂളിനെ ക്വാളിറ്റി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ജസ്റ്റ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു കൊടുക്കുക. ഇനി അങ്ങനെ ക്ലിയറായി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ടെൻഷൻ വേണ്ട. നമ്മളുടെ മനസ്സിലുള്ള ഐഡിയ ഒരു ഫ്രണ്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ChatGPTയോട് പറഞ്ഞാൽ മതി. അതിനെ ഒരു വെൽ പോളിഷ്ഡ് പ്രൊഫഷണൽ പ്രോംപ്റ്റ് ആക്കി മാറ്റുന്നത് ChatGPTയുടെ ജോലിയാണ്. നമ്മൾ ഐഡിയാസ് കൊടുക്കുന്നു, ChatGPT അതിന് പ്രൊഫഷണൽ ഫിനിഷിംഗ് ടച്ച് കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. റിമെമ്പർ വൺ തിങ്, AI ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് ദ ഇൻസ്ട്രക്ഷൻസ് വി ഗേവ് ഇറ്റ്. അതുകൊണ്ട് പ്രോംപ്റ്റ് എഴുതുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് ക്ലിയറായി അറിയിക്കുക എന്നതാണ്. AI ബാക്കി വർക്ക് ചെയ്തോളൂ. ഇനി നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിമോ ഒന്നും നിങ്ങൾ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചു, അതും നമുക്ക് ChatGPTയോട് ചോദിക്കാവുന്നതാണ്. എ ലിസ്റ്റ് ഓഫ് ബ്രാൻഡ് നെയിംസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തത് ലെക്സോറ എന്ന ബ്രാൻഡ് നെയിമാണ്. പേഴ്സണലി എനിക്ക് ഈ നെയിം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ, അപ്പോൾ നമ്മളുടെ ബ്രാൻഡ് നെയിം റെഡിയായി. പക്ഷേ ഒരു ബ്രാൻഡ് നെയിം മാത്രം കൊണ്ട് ഒരു ബ്രാൻഡ് കംപ്ലീറ്റ് ആകുമോ? ഒരിക്കലുമില്ല. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീൽ വരണം. ബ്രാൻഡ് കാണുമ്പോൾ ഒരു ഇമോഷൻ കണക്റ്റ് ആവണം. അതിനൊരു ഐഡൻറ്റിറ്റി വേണം, ഒരു പേഴ്സണാലിറ്റി വേണം, ഒരു സ്റ്റോറി വേണം, ഒരു സോൾ വേണം. അതാണ് ക്രിയേറ്റീവ് ഡയറക്ഷൻ. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ബ്രാൻഡിന് ജീവൻ കൊടുക്കുന്നത്. ലക്ഷറി ഫീൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഓഡിയൻസ് എന്ത് ഫീൽ ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ എന്താണ് ഓർമ്മ വെക്കേണ്ടത്, ഇതൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. നമ്മളെല്ലാവരും പല അഡ്വർടൈസ്മെൻറ്റ്സും കണ്ടിട്ടുണ്ട്. ലക്ഷറി അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് ഫീൽ ചെയ്യുന്നത്? എലഗൻസ്, പ്രീമിയം, മിസ്റ്ററി, കോൺഫിഡൻസ്. ആ ഫീൽ ഓഡിയൻസിന് കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ലൈറ്റിംഗ്, ക്യാമറ ആംഗിൾസ്, വിഷ്വൽ സ്റ്റൈൽസ്, സ്റ്റോറി ടെല്ലിംഗ്, മൂഡ് എല്ലാം നമ്മൾ ChatGPTയുമായി ഡിസ്കസ് ചെയ്യുന്നു. വൺ ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ലക്ഷറി ഡിസൈനിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. എന്താണെന്നറിയാമോ? ലെസ് ഈസ് മോർ. കൂടുതൽ കളേഴ്സ്, കൂടുതൽ ഒബ്ജക്ട്സ്, കൂടുതൽ എഫക്ട്സ്, ഇതൊന്നും ലക്ഷറി ഫീൽ കൂട്ടില്ല, പലപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിരിക്കുമ്പോൾ തന്നെയാണ് പ്രീമിയമായി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ
എന്തൊക്കെ നമുക്ക് മിനിമലായി കീപ്പ് ചെയ്യാം, എന്തൊക്കെ റിമൂവ് ചെയ്യാം എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. ട്രസ്റ്റ് മീ, മോസ്റ്റ് ഓഫ് ദി ടൈം അവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. അടിപൊളി, നമ്മളുടെ പ്ലാനിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയാണ് നമ്മളുടെ ആക്ച്വൽ മാജിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അസറ്റ് ക്രിയേഷൻ. നമ്മൾക്ക് എന്തൊക്കെ അസറ്റ്സ് ആണ് വേണ്ടതെന്ന് നമ്മൾ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT will give the complete list of our assets. See, hero perfume bottle, female model, luxury background, golden particles, perfume mist, ലൈറ്റ് റിഫ്ലക്ഷൻ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് അസറ്റ്സ് നമ്മൾക്ക് ChatGPT ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ 1 by 1 ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് നമ്മളുടെ ഫുൾ അസറ്റ്സ് ലിസ്റ്റ് കിട്ടി. ഇനി ഏതൊക്കെ ഫ്രീ AI ടൂൾസ് യൂസ് ചെയ്ത് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ChatGPT ചോദിക്കാം. ChatGPT ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ലിസ്റ്റ് ഓഫ് AI ടൂൾസ് തരും. ലൈക്ക് ChatGPT, ഇമേജ് ക്രിയേഷന് വേണ്ടിയിട്ട് ലിയാനോടെ AI, അല്ലെങ്കിൽ ജെമിനി ഇമേജ് ജനറേഷൻ. അങ്ങനെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ AI ടൂൾസും നമുക്ക് ChatGPT ലിസ്റ്റ് ചെയ്ത് തരും. നമ്മൾക്കിതിൽ നിന്ന് ഇഷ്ടമുള്ള ടൂൾസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന 2 ടൂൾസ്, ഒന്ന് ChatGPTയും ഒന്ന് ഗൂഗിൾ ഫ്ലോയുമാണ്. ChatGPTയിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് നമ്മൾക്ക് ഗൂഗിൾ ഫ്ലോ വഴി ഇമേജ് ടു വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. GPT യൂസ് ചെയ്ത് നമുക്ക് ബ്രാൻഡ് കൺസെപ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് ഐഡിയ, സ്റ്റോറി ബോർഡ് ക്രിയേഷൻ, അങ്ങനെ സീൻ ബ്രേക്ക്, സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട്, ക്യാമറ മൂവ്മെൻറ്റ് പ്ലാനിങ്, അങ്ങനെ എല്ലാം, ഈവൻ സ്ക്രിപ്റ്റ് പോലും നമുക്ക് ChatGPT യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ChatGPT തന്ന നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അസറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇനി ഈ എല്ലാ അസറ്റിനെയും നമ്മൾക്ക് ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ChatGPT തന്നെ ചോദിക്കാം. നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ChatGPT തന്നെ നമുക്ക് അസറ്റ് 1ൻ്റെ പ്രോംപ്റ്റ് തരാൻ പറയാം. ChatGPT നമുക്കൊരു വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് തരും. എന്നിട്ട് ChatGPT തന്നെ നമ്മൾക്കതിനെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ChatGPT തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, എല്ലാ അസറ്റ്സും ഓരോന്നേ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്നാലേ നമുക്ക് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട. ആക്ച്വലി നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ബാക്കി ഹോംവർക്ക് ChatGPT ചെയ്തോളും. ChatGPT നമുക്ക് നല്ല വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതും ChatGPT പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് പ്രോംപ്റ്റ് റിഫൈൻ ചെയ്ത് ഇനിയും ബെറ്റർ വേർഷൻ റെഡിയാക്കി നമുക്ക് തരും. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നതൊരു വൺ ടൈം പ്രോസസ്സ് അല്ല, അതൊരു കോൺവെർസേഷനാണ്. നമ്മൾ ഐഡിയ ഇമ്പ്രൂവ് ചെയ്യും തോറും പ്രോംപ്റ്റും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നല്ല പ്രോംപ്റ്റ് കിട്ടുമ്പം നല്ല ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോട്ടീസ് ചെയ്യണം, എല്ലാ ഇമേജസും സെയിം ലൈറ്റിംഗ്, സെയിം കളേഴ്സ്, സെയിം പ്രീമിയം ഫീൽ. അത് ആക്സിഡൻ്റൽ അല്ല, അതാണ് കൺസിസ്റ്റൻസി. ഇനി ഈ കൺസിസ്റ്റൻസി എല്ലാ അസറ്റ്സിലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതും ChatGPT പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോംപ്റ്റ്സിലും ആ കൺസിസ്റ്റൻസി ChatGPT ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് തരും. അതുകൊണ്ടാണ് നമ്മളുടെ ബോട്ടിൽ, ലൈറ്റിംഗ്, കളർ പാലറ്റ്, ഓവറോൾ ലക്ഷറി ഫീൽ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബിഗിനിങ് മുതൽ എൻഡിങ് വരെ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ഫ്രണ്ട്സ്, വൺ മോർ ടിപ്പ്. പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഗോൾ, ഒരു കംപ്ലീറ്റ് വിഷ്വൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗോൾ. അതുകൊണ്ട് ഓരോ അസറ്റും ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രീവിയസ് അസറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. ലൈറ്റിംഗ് സെയിം ആണോ, കളേഴ്സ് സെയിം ആണോ, മൂഡ് സെയിം ആണോ, കമ്പോസിഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഈ കൺസിസ്റ്റൻസിയാണ് ഫൈനൽ അഡ്വർടൈസ്മെൻറ്റിന് പ്രീമിയം ഫീൽ കൊടുക്കുന്നത്. അങ്ങനെ ഓരോ അസറ്റിൻ്റെയും പ്രോംപ്റ്റ് നമ്മൾ ChatGPT കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നമ്മൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ChatGPT തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾക്ക് ഓൾമോസ്റ്റ് 10 to 12 അസറ്റ്സ് ഉണ്ട്. എല്ലാ അസറ്റ്സിനും നമ്മൾക്ക് ChatGPT കൊണ്ട് തന്നെ വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യിപ്പിച്ച് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ഓരോ അസറ്റും ChatGPTയിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു 3-4 അസറ്റ് ജനറേഷൻ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ലെങ്തി ആകുമെന്ന് കരുതിയിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോന്നും ചെയ്തെടുക്കുക. നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള അസറ്റ്സ് അത് ChatGPT തന്നെ തരും. ആ അസറ്റ്സ് ChatGPT കൊണ്ട് തന്നെ പ്രോംപ്റ്റ് ചെയ്യിപ്പിച്ച് ജനറേറ്റ് ചെയ്ത് എടുക്കുക.
പെർഫെക്റ്റ്. അങ്ങനെ എല്ലാ അസറ്റ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ അസറ്റ്സ് എല്ലാം. ഇതെല്ലാം നമ്മൾ ChatGPTയിൽ ജനറേറ്റ് ചെയ്തതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ അസറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഇമേജസ് മാത്രം കൊണ്ടൊരു സിനിമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ ഇമേജസിനെയൊക്കെ നമുക്ക് വീഡിയോ ക്ലിപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾക്ക് ഗൂഗിൾ ഫ്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഗൂഗിൾ ഫ്ലോയിലേക്ക് പോകാം. ഗൂഗിൾ ഫ്ലോയിൽ ഓരോ അസറ്റിനും ക്യാമറ മൂവ്മെൻറ്റ്, ആനിമേഷൻ, മോഷൻ, ലൈറ്റിംഗ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. എന്നാലേ നമുക്കൊരു വീഡിയോ ഔട്ട്പുട്ട് നമ്മൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഫ്രണ്ട്സ്, അത്രയും ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ ടെൻഷൻ വേണ്ട. അതും നമുക്ക് ChatGPTയോട് തന്നെ ചോദിച്ചാൽ മതി. ഗൂഗിൾ ഫ്ലോയിന് വേണ്ട പ്രൊഫഷണൽ പ്രോംപ്റ്റ് ChatGPT തന്നെ റെഡിയാക്കി തരും. നമ്മളൊന്ന് റിവ്യൂ ചെയ്താൽ മതി. ദെൻ കോപ്പി, പേസ്റ്റ്, ജനറേറ്റ്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ഗൂഗിൾ ഫ്ലോയിലേക്ക് വരാം. ഇതാണ് നമ്മളുടെ ഗൂഗിൾ ഫ്ലോ ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ച് നമ്മൾക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ ChatGPTയിൽ ഗൂഗിൾ ഫ്ലോയിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഫറൻസ് ഇമേജും നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റെഫറൻസ് കൊടുക്കുമ്പോൾ ഗൂഗിൾ ഫ്ലോയ്ക്ക് കൂടുതൽ മനസ്സിലാകും. അതായത് ഇതാണ് റെഫറൻസ്, ഈ ഒരു വിഷ്വൽ സ്റ്റൈലിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റും കൊടുക്കുക, നമ്മളുടെ റെഫറൻസ് ഇമേജും കൊടുക്കുക. See, the result will be amazing. നമ്മൾക്ക് വേണ്ട എല്ലാ അസറ്റ്സിനും ChatGPT ഗൂഗിൾ ഫ്ലോ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അത് നമ്മൾ കോപ്പി ചെയ്യുക, ഗൂഗിൾ ഫ്ലോയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഫറൻസ് ഇമേജും ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ആക്ച്വലി ഗൂഗിൾ ഫ്ലോയിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് അറിയാമോ? അത് ഇമേജ് ക്വാളിറ്റി അല്ല, ക്യാമറ മൂവ്മെൻ്റ് ആണ്. സ്ലോ മൂവ്മെൻറ്റ്സ്, നാച്ചുറൽ മൂവ്മെൻറ്റ്സ് ഓൾവേസ് ലുക്ക് മോർ പ്രീമിയം. വൺ സ്മോൾ ടിപ്പ് ഫ്രണ്ട്സ്, ബെറ്റർ ക്വാളിറ്റി റിസൾട്ട് കിട്ടാൻ വേണ്ടി ഓരോ സീൻസും 5 to 10 seconds ഡ്യൂറേഷനിൽ ജനറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ചെറിയ ക്ലിപ്സ് ആകുമ്പോൾ AI മോഷൻ കൂടുതൽ സ്റ്റേബിളായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വീഡിയോ കൂടുതൽ ക്ലിയറും നാച്ചുറലുമായി ജനറേറ്റ് ആവും. എഡിറ്റിങ്ങിനും നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതുകൊണ്ട് പ്രൊഫഷണൽ വർക്ക് ഫ്ലോയിൽ ലോങ് വീഡിയോസിനേക്കാൾ ഷോർട്ട് സിനിമാറ്റിക് ക്ലിപ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ട പോലെ ഞാൻ 3 അസറ്റ്സ് മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ അസറ്റ്സിനും ഈ സെയിം വർക്ക് ഫ്ലോ തന്നെയാണ്. അതുകൊണ്ട് ട്യൂട്ടോറിയൽ റെപ്പറ്റേറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി റിമൈനിങ് ജനറേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതേ വർക്ക് ഫ്ലോ തന്നെ ഫോളോ ചെയ്ത് എല്ലാ ഇമേജസിനെയും ഗൂഗിൾ ഫ്ലോയിൽ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സൂപ്പർ, ഇപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ ക്ലിപ്സും റെഡിയായി. പക്ഷേ ഈ ഒരു ക്ലിപ്സ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് വോയിസ് ഇല്ലെങ്കിൽ സൈലൻറ്റ് മൂവിയായി റിലീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് വോയിസ് ഓവർ കൂടി ആഡ് ചെയ്യാം. വോയിസ് ഓവർ ജനറേറ്റ് ചെയ്യാൻ 11 Labs ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട്സ്, വോയിസ് ഓവർ സ്ക്രിപ്റ്റ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ, ഏത് വോയിസ് സെലക്ട് ചെയ്യണം, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. അതും ChatGPTയോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് മാച്ച് ആകുന്ന വോയിസ് ഓവർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വോയിസ് ടൂൺ എല്ലാം ChatGPT സജസ്റ്റ് ചെയ്ത് തരും. അതും ഒരെണ്ണമല്ല, ആവശ്യത്തിന് ഓപ്ഷൻസ് തരും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താൽ മതി. വോയിസ് ജനറേറ്റ് ചെയ്ത്, മ്യൂസിക് ആഡ് ചെയ്ത്, സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത്, എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ ഒരു ലക്ഷറി കൊമേഴ്ഷ്യൽ റെഡി. നമ്മൾ ChatGPTയോട് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് മാച്ചിങ് ആയിട്ടുള്ളൊരു വോയിസ് ഓവർ ചോദിച്ചു. അപ്പോൾ ChatGPT നമുക്കൊരു മിനിമൽ ആയിട്ടുള്ളൊരു വോയിസ് ഓവറാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. നമ്മളത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് വോയിസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് 11 Labsലേക്ക് പോകാം. നമ്മൾ 11 Labs ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു.
എന്നിട്ട് നമ്മളുടെ സെറ്റിങ്സ് ഒക്കെ നോക്കുക. ഇവിടെ 11v3 എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ നാച്ചുറലായിട്ട് എക്സ്പ്രസീവായിട്ടുള്ള ഒരു വോയിസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ChatGPT നിന്നും കോപ്പി ചെയ്ത ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വോയിസ് നമ്മൾ സെലക്ട് ചെയ്യുക. കുറേ ലിസ്റ്റ് ഓഫ് വോയിസ് ഉണ്ട്. നമ്മൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വോയിസ് നമുക്ക് സെലക്ട് ചെയ്യുക. She tore her gaze away from her ruined footwear, still very much grieving the loss, and set herself to the task of finding a dry place. ഞാനിവിടെ ഐഷ എന്ന് പറഞ്ഞ ഒരു വോയിസാണ്, ഒരു ഫീമെയിൽ വോയിസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ജനറേറ്റ് കൊടുക്കുക. നമുക്കിവിടെ എൻഹാൻസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ജനറേറ്റ് സ്പീച്ച് കൊടുക്കുക. Luxury is not worn, it is felt. Crafted in elegance, designed for unforgettable moments. Luxora. Feel the luxury, live the moment. Luxury is not worn, it is felt. Crafted in elegance, designed for unforgettable moments. Luxora. Feel the luxury, live the moment. അങ്ങനെ നമ്മൾ ജനറേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റ് വോയിസ് ആയിട്ട് നമ്മളുടെ 11 ലാബ്സ് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കൊരു 2 ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ഏതാണോ നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ളത് അത് കേട്ടിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ. ഇപ്പോൾ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ട വോയിസ് ഓവർ 11 ലാബ്സ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതിനുവേണ്ടി നമ്മൾ വേറെ സെർച്ച് ചെയ്ത് സമയം കളയണ്ട. അതും ChatGPTയോട് ചോദിച്ചാൽ മതി. നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് മാച്ച് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ChatGPT സജസ്റ്റ് ചെയ്തു തരും. ഇവിടെ ChatGPT റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പിക്സാബേ എന്ന റോയൽറ്റി ഫ്രീ പ്ലാറ്റ്ഫോമാണ്. മ്യൂസിക് മാത്രമല്ല, നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിന് മാച്ച് ചെയ്യുന്ന സ്പെസിഫിക് ട്രാക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് മ്യൂസിക് പ്രിവ്യൂ ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അടിപൊളി. ഇപ്പോൾ നമ്മുടെ എല്ലാ അസറ്റ്സും റെഡിയാണ്. വീഡിയോ ക്ലിപ്സ്, വോയിസ് ഓവർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം റെഡി. പക്ഷേ ഇതൊക്കെ ഇൻഡിവിജ്വൽ അസറ്റ്സ് മാത്രമാണ്. ഇവയെ ഒന്നിച്ച് കമ്പൈൻ ചെയ്താൽ മാത്രമാണ് ഒരു റിയൽ സിനിമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകുക. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലിപ്ചാം യൂസ് ചെയ്യുന്നത്. ക്ലിപ്ചാം മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ക്ലിപ്ചാം ഓപ്പൺ ചെയ്യാം. ഇതാണ് ക്ലിപ്ചാമ്പിൻ്റെ ഇൻ്റർഫേസ്. ആദ്യം നമ്മളുടെ പ്രൊജക്റ്റിന് ഒരു നെയിം കൊടുക്കാം. പിന്നെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ സ്ക്രീൻ സൈസ് സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സിനിമാറ്റിക് അഡ്വർടൈസ്മെൻ്റ് ആയതുകൊണ്ട് വൈഡ് സ്ക്രീൻ തന്നെ ചൂസ് ചെയ്യാം. ഇനി എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇമ്പോർട്ട് മീഡിയ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ട എല്ലാ അസറ്റ്സും ഇമ്പോർട്ട് ചെയ്യുക. എല്ലാ അസറ്റ്സും ഇമ്പോർട്ട് ചെയ്ത ശേഷം സ്റ്റോറി ബോർഡ് ഫോളോ ചെയ്ത് ഓരോ ക്ലിപ്പും ടൈം ലൈനിൽ കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ടൈം ലൈൻ പാനൽ. ഇവിടെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിനെ സീൻ ബൈ സീൻ ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, വീഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ആവശ്യമില്ലാത്ത പോർഷൻസ് ട്രിം ചെയ്ത് റിമൂവ് ചെയ്യാം, സീനിൽ നിന്ന് സീനിലേക്ക് സ്മൂത്ത് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് അത്യാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിപ്ചാമ്പിൽ ചെയ്യാൻ പറ്റും. വൺ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഫ്രണ്ട്സ്, ഗൂഗിൾ ഫ്ലോയിൽ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്സിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓൾറെഡി ഉണ്ടായിരിക്കും. നമ്മൾക്ക് നമ്മളുടെ ഓൺ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്യണമെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റിൽ തന്നെ നോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് മെൻഷൻ ചെയ്താൽ മതി. അങ്ങനെ ഓഡിയോ ഇല്ലാത്ത വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ഓൾറെഡി ഓഡിയോ ഉണ്ടെങ്കിലോ അത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിപ്ചാമ്പിലുണ്ട്. അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പേഴ്സണലി ഡിറ്റാച്ച് ചെയ്യുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എഫക്ട്സ് കൊടുത്ത് ഒരു സ്മൂത്ത് സിനിമാറ്റിക് ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിപ്ചാമ്പ് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. എഡിറ്റിങ്ങിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ക്ലിപ്സും നന്നായി അറേഞ്ച് ചെയ്ത് അൺവാണ്ടഡ് പോർഷൻസ് റിമൂവ് ചെയ്ത് സിമ്പിൾ ട്രാൻസിഷൻസ് ആഡ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്രിയേറ്റിവിറ്റി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ
ടെൻഷൻ വേണ്ട, എല്ലാ വീഡിയോ ക്ലിപ്സും ChatGPTക്ക് കൊടുത്തിട്ട് സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട് ക്രിയേറ്റീവ് എഡിറ്റിംഗ് സീക്വൻസ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും ChatGPT റെഡിയാക്കി തരും. അത് ഫോളോ ചെയ്ത് എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് ക്രിയേറ്റിവിറ്റി, കുറച്ച് പേഷ്യൻസ്, പിന്നെ എഡിറ്റിംഗ് കുറേ നേരം ചെയ്യുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോഫിയും, ഇടയ്ക്ക് ഓരോ സിപ്പ് കുടിച്ച് വർക്ക് ചെയ്യുന്നേ കുറച്ച് എനർജിയും ഫീൽ ഫ്രഷും ഒക്കെ കിട്ടും. സോ 3 വേണം, അപ്പോൾ റിസൾട്ടും ബെസ്റ്റ് ആവും. വൺ മോർ തിങ് ഫ്രണ്ട്സ്, എഡിറ്റിങ്ങിനെ കുറിച്ചൊരു കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട്. കൂടുതൽ ട്രാൻസിഷൻസ് ആഡ് ചെയ്താൽ വീഡിയോ കൂടുതൽ പ്രൊഫഷണൽ ആവുമെന്ന് പലരും വിചാരിക്കും. ആക്ച്വലി എന്താണെന്നറിയാമോ? ലെസ് ഈസ് മോർ. സിമ്പിൾ ട്രാൻസിഷൻസ് ആണ് ലക്ഷറി ഫീൽഡ് ഏറ്റവും നന്നായി കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യുമ്പോൾ ഏത് ട്രാൻസിഷൻ യൂസ് ചെയ്യാം എന്നതിനേക്കാൾ ട്രാൻസിഷൻസ് ഇവിടെ ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. മോസ്റ്റ് ഓഫ് ദ ടൈം സിമ്പിൾ കട്ട് അല്ലെങ്കിൽ സിമ്പിൾ ഫേഡ് അത്രയും മതി പ്രീമിയം ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളുടെ എഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയി. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പലതവണ പ്ലേ ചെയ്ത് നോക്കുക. റിഫൈൻ ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് സാറ്റിസ്ഫൈ ആയെന്ന് തോന്നുമ്പോൾ മാത്രം എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് HD ക്വാളിറ്റിയിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് നമ്മളുടെ ലക്ഷറി ബ്രാൻഡിൻ്റെ പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ് റെഡിയായി. സോ ഫ്രണ്ട്സ്, സ്ക്രാച്ചിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ലക്ഷറി അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും സിമ്പിളായ വർക്ക് ഫ്ലോ ആണ്. നമ്മളിവിടെ മെയിൻലി ChatGPTയും ഗൂഗിൾ ഫ്ലോയും യൂസ് ചെയ്താണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ടൂൾസിൽ ചിലത് റീപ്ലേസ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ പവർഫുൾ AI ടൂൾസ് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, നമ്മളും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. പക്ഷേ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചാൽ മതി, AI റീപ്ലേസ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി അല്ല, ബ്ലാങ്ക് പേജ് ആണ്. ഇവിടെ ഐഡിയ നമ്മളുടേത്, ക്രിയേറ്റിവിറ്റി നമ്മളുടേത്, ഡിസിഷൻസ് നമ്മളുടേത്. AI ജസ്റ്റ് ഹോംവർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് മാത്രമാണ്. ഇനി നമ്മളുടെ ഫൈനൽ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ഒന്ന് കണ്ടാലോ? Luxury is not worn. It is felt. Crafted in elegance. Designed for unforgettable moments. Luxora. Feel the luxury. Live the moment. അടുത്തതായി ഏത് AI പ്രൊജക്റ്റാണ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റിൽ പറയുക. ആ വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ AI ടൂൾസ്, ക്രിയേറ്റീവ് വർക്ക് ഫ്ലോസ്, പ്രാക്ടിക്കൽ ടിപ്സ് എല്ലാം മിസ്സാകാതിരിക്കാൻ റൈസ് 365 സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ടിൽ ദെൻ, ദിസ് ഈസ് വിവി സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.